ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബംഗ്ലാദേശിൽ ഇപ്പോ മതേതരത്വമൊക്കെ എടുത്തു കളഞ്ഞ് ഷെയ്ഖ് ഹസീനയുടെ ജനാധിപത്യം വേണ്ട എന്ന് പറഞ്ഞ് പൂർണ്ണമായും ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലായല്ലോ. ഇനി എന്തിനാ അവർ തമ്മിൽ തല്ലിച്ചാവുന്നത്? ഇതുവരെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയായിരുന്നു. ശരി, ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കി കഴിഞ്ഞല്ലോ. വലിയ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങളെ ഇവർ അമർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനിയും എന്തിനായിരിക്കും? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പ്രശ്നം എന്താ? കാഫിറുകൾ എല്ലാ കാലത്തും ഇവരുടെ പ്രശ്നമാണ്. അമുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ ഇവർക്ക് പ്രശ്നമാണ്. ഇവരുടെ കുഴപ്പമില്ല. 6-ാം നൂറ്റാണ്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്ന ഗോത്ര സംസ്കാരമാണ് ഇവരുടെ തലച്ചോറിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സഹജീവികളെ മനുഷ്യനായി കാണാതെ അവരെ മതത്തിന്റെ കണ്ണട ഉപയോഗിച്ച് കാണാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരുദ്ദേശിക്കുന്നത് പോലെ ഒരു മതരാഷ്ട്രമായി കഴിഞ്ഞു. മുഹമ്മദ് യൂനസ് സർക്കാരിന്റെ കീഴില് മതമാണ് എല്ലാത്തിനും മുഖ്യം ബിഗിലെ എന്ന് പറയുന്നത് പോലത്തെ അവസ്ഥയായി ബംഗ്ലാദേശിലല്ല. അവരുദ്ദേശിക്കുന്ന ഭരണ സംവിധാനം വന്നു കഴിഞ്ഞപ്പോൾ എന്തിനാണ് അവിടെ നിന്ന് ചാടിപ്പോകുന്നത്? അവിടത്തെ ജനാധിപത്യത്തെ ഇല്ലാതാക്കി ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? അപ്പൊ ഇന്ത്യ സുരക്ഷിതത്വമുള്ള നാടാണെന്ന് ഇവർക്ക് മനസ്സിലായി അല്ലേ? ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും സമാധാനത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്ന് ഇവർക്ക് മനസ്സിലായല്ലേ? മതേതരത്വമുള്ള രാജ്യത്താണ് സമാധാനമുള്ളത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ഇവർ മതരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒളിച്ചിട്ടാണെങ്കിലും വ്യാജ ഐഡികൾ നിർമ്മിച്ചിട്ടാണെങ്കിലും സാരമില്ല, ഇന്ത്യ മതി എന്ന് തീരുമാനിച്ചതിന് പിന്നിൽ ഇവരുടെ അജണ്ടകൾ എന്താണ്? അപ്പോൾ ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വ്യാജരേഖകളിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ ഇന്ത്യക്കകത്ത് ഇതര സംസ്ഥാനങ്ങളിലായി നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ വ്യാജരേഖകൾ നിർമ്മിച്ച് ഇവിടെ സുരക്ഷിതമായ ഒരു താവളമൊരുക്കി അവർക്ക് സംരക്ഷണം കൊടുത്ത് സഹായിക്കുന്ന ആളുകൾ ഇന്ത്യക്കാരാണല്ലോ. അവരുടെ ലക്ഷ്യം എന്താ? അവർക്ക് ഇതിനകത്തുള്ള താല്പര്യം എന്താണ്? മതമല്ല എന്നൊന്ന് പറയാമോ നിങ്ങൾക്ക്? കാരണം ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളാണ് ഇവിടെ കുടിയേറി വന്നിരിക്കുന്നത്. അനധികൃതമായിട്ട് വ്യാജരേഖകളിലാണ് ഇവിടെ കുടിയേറി വന്നിരിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം എന്താ? ഇസ്ലാമിനെ വളർത്തുക എന്നത് തന്നെയല്ലേ? മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യുക എന്നത് തന്നെയല്ലേ? തമിഴ്നാട്ടില് ഇപ്പോ അനധികൃതമായി കടന്ന ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ്. 31 ബംഗ്ലാദേശി പൗരന്മാരാണ് തമിഴ്നാട്ടിലേക്ക് നുഴഞ്ഞു കയറിയത്. ഇവരുടെ രാജ്യം മതരാജ്യമാണ്. ഹറാമായിട്ടുള്ള ഒരു ഭരണം നിലനിൽക്കുന്ന, കാരണം വ്യക്തികൾ ഉണ്ടാക്കിയ ഭരണമാണല്ലോ, ഭരണഘടനയാണ്. അതുപോലെ ഭരിക്കുന്നതാണെങ്കിൽ ഒരു കാഫിറുമാണ്. ഈ 31 ബംഗ്ലാദേശികളും സ്വർഗം മോഹിച്ച് തന്നെയാണോ തമിഴ്നാട്ടിലേക്ക് കയറിയത്? തിരുപ്പൂർ, കോയമ്പത്തൂർ ജില്ലകളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. അപ്പോ ഇന്ത്യയിലേക്ക് ഇതിന്റെ അതിർത്തികൾ വഴി എത്തിയിരിക്കുന്നു ഇവർ. അങ്ങനെ NIA ഇവരെ പൊക്കി. തമിഴ്നാട് പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് ATS ആണ് ഇവരെ പിടികൂടുന്നത്. ഇന്നലെ രാത്രിയോടെ നടത്തിയ പരിശോധനയിൽ 31 പേരും സ്ക്വാഡിന്റെ വലയിലാക്കപ്പെട്ടു. ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. കാരണം അവിടെയാകുമ്പോൾ ഒരുപാട് ക്രൗഡ് ഇല്ല, ഇവര് പെട്ടെന്ന് പിടിക്കപ്പെടില്ല. കൂലിപ്പണി എടുത്തങ്ങ് മുന്നോട്ട് പോകാമെന്ന് ഇവർ ധരിക്കുന്നു. ഇവരുടെ രാജ്യത്തെ പൗരനായി ജീവിക്കുന്നതിനേക്കാൾ ഭേദം അനധികൃത കുടിയേറ്റക്കാരനായി ഇന്ത്യക്കകത്ത് ജീവിക്കുന്നതാണ് നല്ലത് എന്നിവൻ തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? ഇന്ത്യയുടെ സുരക്ഷിതത്വമല്ലേ? ഇന്ത്യയിലെ മാനവികതയിൽ ഇയാൾക്കൊരു താല്പര്യമുള്ളത് കൊണ്ട് തന്നെയല്ലേ? അങ്ങനെ എങ്ങനെയാണ് ഇത്രയധികം ആളുകൾ ഇന്ത്യയിലേക്ക് എത്തിയത് എന്ന കാര്യം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. 31 പേരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസം
അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞ പരാമർശം ശരിവെക്കുന്നതാണ് തമിഴ്നാട്ടിലെ ഈ രേഖപ്പെടുത്തപ്പെട്ട അറസ്റ്റ്. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം തെന്നിന്ത്യ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ വസ്ത്രനിർമ്മാണ യൂണിറ്റ് ലക്ഷ്യം വെച്ച് നിരവധി ബംഗ്ലാദേശി പൗരന്മാർ ഇന്ത്യയിൽ അനധികൃതമായി എത്തുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. എന്നാൽ കോൺഗ്രസ് ഉൾപ്പെടെ ഇത് തീവ്രവാദമാക്കാൻ ശ്രമിച്ചെങ്കിലും മുന്നറിയിപ്പിൽ കഴമ്പുണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ കഴമ്പുണ്ട് എന്ന് തെളിയുകയും ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് ഈ ബംഗ്ലാദേശിലെ അനധികൃതമായ കുടിയേറ്റത്തിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ ഒരു ബംഗ്ലാദേശാക്കി മാറ്റാൻ ഈ കുടിയേറ്റക്കാർ വിചാരിച്ചാൽ പറ്റും. പശ്ചിമ ബംഗാളില് അതിർത്തി കടന്നെത്തിയ കന്നുകാലിക്കടത്ത് സംഘം BSFനെ കണ്ടപ്പോൾ തിരികെ ഓടിയത് സംശയമായി. നോർത്ത് 24 പർഗനാസ് ജില്ലയിലെ ഇൻഡോ ബംഗ്ലാ അതിർത്തിയിലായിരുന്നു സംഭവം. സംഘത്തിൽ നിന്നും 10 കാളകളെയും സുരക്ഷാ സേന മോചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ദഹ് എന്ന് പറയുന്ന അതിർത്തി പോസ്റ്റ് കടന്നിട്ടാണ് ഈ സംഘം ഇന്ത്യയിലേക്ക് എത്തിയത്. ഇവരുടെ പക്കൽ ഒരുപാട് വാളും കുന്തവും ഒക്കെ ഉണ്ടായിരുന്നു. അത്ര മാരകമായിട്ടുള്ള ഒരുപാട് ആയുധങ്ങൾ ഉണ്ടായിരുന്നു. സുരക്ഷാ സേനയെയും മറ്റ് കള്ളക്കടത്ത് സംഘങ്ങളെയും ഒക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇവർ മാരകായുധങ്ങൾ കയ്യിൽ കരുതിയത് എന്നാണ് ഇവർ പറയുന്നത്. അന്താരാഷ്ട്ര അതിർത്തി കടക്കുന്നതിനിടയിൽ ഈ സംഘം പെട്രോളിംഗ് നടത്തുകയായിരുന്നു. സേനാ അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതോടെ ഇവരോട് തിരികെ ബംഗ്ലാദേശിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അതിവർ അവഗണിച്ചു. ഇത് മാത്രവുമല്ല, അതിർത്തി വേലി നശിപ്പിക്കുകയും ചെയ്തു. ഇതോടെ BSF തോക്ക് പ്രയോഗിക്കുകയായിരുന്നു. തോക്കിന്റെ ശബ്ദം കേട്ട് ഭയന്ന് കള്ളക്കടത്ത് സംഘം ഉടൻ തന്നെ ഓടി രക്ഷപ്പെട്ടു. ഇതിനിടയിൽ കാളയെയും മാരകായുധങ്ങളും അതിർത്തിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. 3 കുന്തങ്ങൾ സ്ഥലത്തു നിന്നും കണ്ടെടുത്തിട്ടുമുണ്ട്. അനധികൃതമായി വ്യാജരേഖകൾ കെട്ടിച്ചമച്ച് ഇന്ത്യയിലേക്ക് കടന്ന ബംഗ്ലാദേശികളെ ഇപ്പോൾ പിടിച്ച വാർത്തകളാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഉയരുന്നത്. ഇപ്പോ 31 പേരെ പിടിച്ചല്ലോ. ഇവരാരാണ്? തമിഴ്നാട് പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ബംഗ്ലാദേശി പൗരന്മാർക്ക് പാസ്പോർട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രേഖകളോ ഒന്നും അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഇവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ എടുത്തു. ഇവർ ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ഏതെങ്കിലും ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ചോദ്യം ചെയ്തു വരികയാണ് എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച പെരുന്തുറയിലെ ഫാക്ടറികളിൽ ജോലി ചെയ്തിരുന്ന 7 ബംഗ്ലാദേശി പൗരന്മാരെ അനധികൃതമായി ഇന്ത്യയിൽ തുടരുന്നതിനിടയിൽ പിടികൂടി. വടക്കേ ഇന്ത്യയിലെ നിരവധി തൊഴിലാളികൾ കുടുംബത്തോടൊപ്പം തമിഴ്നാട്ടിലെ വിവിധ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്കിടയ്ക്ക് വ്യാപകമായി ബംഗ്ലാദേശി പൗരന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇവരിൽ ബംഗ്ലാദേശി കൊടും കുറ്റവാളികൾ വരെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. അസം വഴി ഇന്ത്യയിലേക്ക് കടന്ന നിരവധി ബംഗ്ലാദേശി പൗരന്മാർ തമിഴ്നാട്ടില് ജോലി ചെയ്യുന്നുണ്ട് എന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ആരോപിച്ചു. അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ അതിനിടയിൽ പിടികൂടിയ ആളുകളുമുണ്ട്. പിടികൂടാൻ ശ്രമിച്ചാൽ അവർ പിടിയിലാകും എന്നൊരു ഭയവും ഇപ്പോൾ അവർക്കുണ്ട്. എല്ലാം തമിഴ്നാട്ടിലെ തുണി ഫാക്ടറിയിലെ ജീവനക്കാരായിരുന്നു ഈ ഇടയ്ക്ക് പിടികൂടിയ ആളുകളെല്ലാം തന്നെ. ഹിമന്ത ബിശ്വ ശർമ്മയും ആരോപിച്ചു, പലതരത്തിലുള്ള കൂലിപ്പണികൾ വേണമെന്ന് പറഞ്ഞ് ഇവര് ഇടങ്ങളിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ബംഗ്ലാദേശി പൗരന്മാരെ പിടികൂടിയ തിരുപ്പൂർ, കോയമ്പത്തൂർ ജില്ലകളിൽ തുണി വ്യവസായ മേഖലയിൽ ഇനിയും പിടിക്കപ്പെടാത്ത അനേകായിരം ബംഗ്ലാദേശികൾ പണിയെടുക്കുന്നുണ്ട് എന്നാണ് അസം മുഖ്യമന്ത്രി ബിശ്വ ശർമ്മ പറഞ്ഞത്. നന്ദി.